മലങ്കര കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതിയ നിയമത്തിൻ്റെ ആദ്യ താളുകളിൽ തന്നെ നാം കണ്ടുമുട്ടുന്ന 3 വ്യക്തികളാണ് തിരുക്കുടുംബത്തിലെ അംഗങ്ങൾ. തിരുക്കുടുംബത്തെക്കുറിച്ചാണ് ഇന്ന് നാം വിചിന്തനം ചെയ്യുക. നമ്മുടെ കുടുംബങ്ങളെ നാമൊക്കെ ദൈവവുമായുള്ള അതിൻ്റെ ബന്ധത്തെ നമ്മുടെ അളവുകോലിൽ നിന്നുകൊണ്ട് കാണാൻ പരിശ്രമിക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു ദർശനത്തിലൂടെ നമുക്ക് തിരുക്കുടുംബത്തിൻ്റെ മാതൃകയെ കണ്ടെത്താനായി സാധിക്കും. തിരുക്കുടുംബത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ വചന വിചിന്തനം എന്തെങ്കിലും ഒരു പുതിയ അറിവ് പകരുന്നതിനല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായ മൂല്യങ്ങളെ തിരികെ പിടിക്കാൻ, നമ്മുടെ ജീവിതത്തിന് പുതിയ പ്രകാശം പകരാൻ ഈ വചന വിചിന്തനം നമ്മെ സഹായിക്കട്ടെ. വളരെ കുറച്ചു മാത്രം വിശുദ്ധ ഗ്രന്ഥത്തിൽ തിരുക്കുടുംബത്തെക്കുറിച്ച് നാം കാണുന്നുള്ളൂ. എങ്കിലും ഇതിൽ കാണുന്ന സൂചനകളിൽ നിന്ന് എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങൾ തിരുക്കുടുംബത്തിന് നാം ഓരോരുത്തരോടും പറയാനുണ്ട്. തിരുക്കുടുംബത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്ന, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്ന ചിന്തകളിൽ നിന്നും 3 കാര്യങ്ങളാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുക. അതിൽ ഒന്നാമതായി നാം കാണുക, തിരുക്കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും ഇടയിൽ അവർ പരസ്പരം പങ്കിട്ടിരുന്ന കാരുണ്യം എന്ന ദൈവത്തിൻ്റെ ദാനമാണ്. കാരുണ്യം അല്ലെങ്കിൽ അതിരറ്റ ദൈവ കൃപ തിരുക്കുടുംബത്തിൽ നിലനിന്നിരുന്നു എന്നത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വ്യക്തമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുക, വിശുദ്ധ യൗസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ് അവർ സഹവസിക്കുന്നതിന് മുമ്പ് മറിയം ഗർഭിണിയായി കാണപ്പെട്ടു. അങ്ങനെ കാണപ്പെട്ട മറിയത്തെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന ജോസഫ് മറിയത്തോട് അർഹിക്കുന്നതിലും അധികം കാരുണ്യം കാണിച്ചു. മറിയത്തിൻ്റെ ജീവിതത്തിലും ഇതുതന്നെയാണ് നാം കാണുക. വിവാഹ ജീവിതം സ്വപ്നം കണ്ട് ഒരു ജീവിതത്തിന് തുടക്കം കുറിച്ച മേരി, ദൈവഹിതം നിറവേറ്റുവാൻ അവളോട് ആവശ്യപ്പെട്ടപ്പോൾ അതിനോട് യേസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യ കുലത്തോട് മറിയം അതിരറ്റ കാരുണ്യം അല്ലെങ്കിൽ ആർദ്രതയാണ് കാണിക്കുന്നത്. ഇങ്ങനെ തിരുക്കുടുംബത്തിൽ നിന്നും ക്രിസ്തു അഭ്യസിച്ച കാരുണ്യം ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുടനീളം നിറഞ്ഞു നിന്നിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. താൻ കണ്ടുമുട്ടിയ എല്ലാവരോടും, കുഷ്ഠരോഗിയോടും, പാപിനിയായ സ്ത്രീയോടും, മകനെ നഷ്ടപ്പെട്ട അമ്മയോടും, സഹോദരനെ നഷ്ടപ്പെട്ട ബഥാനിയയിലെ സഹോദരിമാരോടും, കുരിശിൽ വെച്ച് നല്ല കള്ളനോടും, വിശന്ന് വലഞ്ഞ് തൻ്റെ അടുത്തായിരുന്ന ജനക്കൂട്ടത്തോടും ഒക്കെ അർഹിക്കുന്നതിലധികം കാരുണ്യമാണ് ക്രിസ്തു കാണിച്ചത്. ഇങ്ങനെ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിച്ച ആ കുടുംബത്തിന് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആർദ്രത ആ കുടുംബത്തിലകമാനം ആനന്ദം പകരുന്ന ഒന്നായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം കാരുണ്യത്തിൻ്റെ ഒരു ജീവിതം നയിക്കാൻ നാം ഇടപെടുന്ന എല്ലാവരോടും, കുടുംബത്തിനുള്ളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോട് അർഹിക്കുന്നതിലധികം കാരുണ്യം കാണിക്കാൻ തിരുക്കുടുംബം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. രണ്ടാമതായി, തിരുക്കുടുംബത്തെക്കുറിച്ചുള്ള വചന വിചിന്തനത്തിൽ നാം കാണുക, മൗനത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിയ ഒരു ഭവനമായിരുന്നു തിരുക്കുടുംബം. വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ യൗസേപ്പ് ഒന്നും സംസാരിച്ചതായി നമ്മൾ കാണുന്നില്ല. മറിയം വളരെ കുറച്ചു മാത്രം സംസാരിച്ചതായാണ് നാം കാണുക. മൗനത്തിലൂടെ പറഞ്ഞതിലും അധികം കാര്യങ്ങൾ നമ്മോട് പറഞ്ഞവരാണ് അവർ. ദൈവപുത്രൻ്റെ വീടായിരുന്നിട്ടും ആ ഭവനത്തിൽ ആഘോഷങ്ങളുടെയും ആരവങ്ങളുടെയും ഒരു ബഹളവും ഉണ്ടായിരുന്നില്ല. മൗനത്തിലൂടെ ദൈവഹിതം തിരിച്ചറിയാൻ പരിശീലിച്ച ഒരു ഭവനമായിരുന്നു നസ്രത്തിലെ തിരുക്കുടുംബം. തങ്ങളിൽ നിക്ഷിപ്തമായിരുന്ന കർത്തവ്യത്തെക്കുറിച്ചുള്ള ബോധ്യം അവരിൽ നിറഞ്ഞു നിന്നത് ഈ മൗനത്തിലും നിശബ്ദതയിലും ദൈവത്തിൻ്റെ സ്വരം അവർക്ക് ശ്രവിക്കാൻ സാധിച്ചു എന്നതിലായിരുന്നു. അവരുടെ ജീവിതത്തിൽ ആരെയും
പ്രസാദിപ്പിക്കാനോ ആരെയും മനസ്സിലാക്കി കൊടുക്കാനോ ഉള്ള ഒരു ബദ്ധപ്പാടും ഒരിക്കലും ആ കുടുംബത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. എന്നിട്ടും പരസ്പരം ഇത്രയ്ക്കും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു ഭാര്യ ഭർത്താക്കന്മാരെ മറ്റൊരിടത്തും നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്നും അവർ അനേക കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളോട് നമ്മോട് സംസാരിക്കുന്നുണ്ട്. നസ്രത്തിലെ വീട്ടിൽ ഈശോ പരിശീലിച്ച ഈ മൗനത്തിൻ്റെ വില നമുക്ക് വ്യക്തമാവുക ന്യായാസനങ്ങൾക്ക് മുൻപിൽ ചോദ്യങ്ങളുമായി നിൽക്കുന്നവർക്ക് മുമ്പിൽ ഒന്നും ഉരിയാടാതെ നിന്ന ദൈവപുത്രനിലും, കുരിശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറഞ്ഞ് പരിഹസിച്ചവർക്ക് മുമ്പിൽ നിശബ്ദത പാലിക്കാൻ സാധിച്ച ദൈവപുത്രനിലും ഒക്കെയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചെറുതും വലുതുമായ എത്രയോ സാഹചര്യങ്ങളിലാണ് മൗനം പാലിച്ചതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഇല്ലാതായി തീർന്നിട്ടുള്ളത്. ആ മൗനത്തെ, ആ നിശബ്ദതയെ ദൈവീകമാക്കുമ്പോൾ ആ മൗനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ നമുക്ക് എന്നും വ്യക്തമാണ്. മൂന്നാമതായി നമ്മൾ തിരുക്കുടുംബത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇഷ്ടങ്ങളെ പരിത്യജിക്കാൻ പരിശീലിച്ച ഒരു കുടുംബമായിരുന്നു തിരുക്കുടുംബം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രിയമുള്ളതെല്ലാം ത്യജിച്ച 3 വ്യക്തികളെയാണ് ഇവിടെ നമ്മൾ കണ്ടുമുട്ടുക. അവരെല്ലാവരും 3 തലത്തിൽ അതിൻ്റെ മികവ് പ്രകടിപ്പിച്ചിട്ടുള്ളവരാണ്. ഈശോ ദൈവപുത്രൻ എന്ന തൻ്റെ സ്ഥാനത്തെ പരിത്യജിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. രാജകൊട്ടാരങ്ങളും വലിയ ഉന്നത സ്ഥാനീയരുടെ ഭവനങ്ങളുമൊക്കെ ദൈവപുത്രനെ വസിക്കാൻ ഇടമൊരുക്കിക്കൊണ്ട് കാത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പാവപ്പെട്ട നസ്രത്തിലെ ഈ കുടുംബത്തിലേക്ക് ക്രിസ്തു വന്ന് ജനിച്ചപ്പോൾ എല്ലാ ലോക ഇഷ്ടങ്ങളെയും ലോക താല്പര്യങ്ങളെയും പരിത്യജിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രതീകമായി ക്രിസ്തു മാറുകയാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ഒരു കുടുംബ ബന്ധത്തിൻ്റെ സന്തോഷവും സൗഭാഗ്യവും ഒക്കെ. ഈ കുടുംബ ബന്ധത്തിൻ്റെ സന്തോഷവും സൗഭാഗ്യവും വേണ്ട എന്ന് വെച്ച് പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ് ജോസഫ്. ദൈവഹിതത്തെ ഗൗരവമായി എടുത്ത് നിസ്വാർത്ഥമായ കർമ്മത്തിലൂടെ തിരുക്കുടുംബത്തിൻ്റെ പാലകനാകാൻ അധ്വാനിച്ച വ്യക്തി. സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്നതിലും ജീവിക്കുന്നതിലുമാണ് യഥാർത്ഥത്തിൽ ത്യജിക്കലിൻ്റെ ഫലം അടങ്ങിയിരിക്കുക. കർമ്മം മുഴുവനും അപരനു വേണ്ടി സമർപ്പിച്ച് അവരുടെ മടിയിൽ തലചായ്ച്ച് ഈ ലോകത്തോട് യൗസേപ്പ് യാത്ര പറയുമ്പോൾ തൻ്റെ അധ്വാനത്തെ മുഴുവൻ തിരുക്കുടുംബത്തിലെ മറിയത്തിനും യേശുവിനും വേണ്ടി എരിയിച്ചതിൻ്റെ സാഫല്യം അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ തുടിപ്പിൽ നിലനിന്നിരുന്നു. യൗസേപ്പ് അധ്വാനിക്കുന്നതിൻ്റെയും ഇഷ്ടങ്ങളെ ത്യജിക്കുന്നതിൻ്റെയും താല്പര്യങ്ങളെ വേണ്ട എന്ന് വയ്ക്കുന്നതിൻ്റെയും ഒക്കെ ഒരു ഉത്തമ മാതൃകയായി എല്ലാ കാലത്തിലും നിലകൊള്ളുന്നുണ്ട്. മറിയമെന്ന പേര് തന്നെ എന്നും മധുരമുള്ള മാതൃത്വത്തിൻ്റെ നാമമായി ഈ ലോകത്തിൽ നിലകൊള്ളുന്നതിൻ്റെ പിന്നിൽ നസ്രത്തിലെ ആ പെൺകുട്ടിയുടെ ഇഷ്ടങ്ങളെല്ലാം പ്രിയങ്ങളെല്ലാം എരിഞ്ഞമർന്നതിൻ്റെ നൊമ്പരമുണ്ട് എന്നത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇന്നവൾ സർവ്വജനപദത്തിൻ്റെയും അമ്മയായി പരിശുദ്ധ കന്യകാമറിയം എന്നൊക്കെ വിളിക്കപ്പെടുന്നു. യേശുവിൻ്റെ അമ്മയെന്ന പദവി അവൾ അലങ്കരിച്ച കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും അതിൻ്റെ യാതൊരു പ്രൗഢിയും അവൾ അനുഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, നസ്രത്തിലെ തിരുക്കുടുംബം ദൈവഹിതത്തെ കുറച്ചുകൂടി ഗൗരവമായി സ്വീകരിക്കാൻ നമ്മുടെ കുടുംബങ്ങളെ ക്ഷണിക്കുന്നുണ്ട്. വളരെ കുറച്ച് സമ്പാദ്യങ്ങളിൽ ജീവിക്കുമ്പോഴും ദൈവഹിതത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനാകുമെന്ന് തിരുക്കുടുംബം നമ്മെ പഠിപ്പിക്കുന്നു. അവരുടെ ലാളിത്യത്തിൻ്റെ നിറവിൽ ദൈവകൃപയുടെ നിറവ് ഉണ്ടായിരുന്നു. എല്ലാം സമൃദ്ധമായിരിക്കുമ്പോഴും അതൃപ്തിയുടെ ഒരു നിഴൽ നമ്മെ പിന്തുടരുന്നുണ്ടെങ്കിൽ ദൈവകൃപയുടെ കുറവ് നമ്മുടെ കുടുംബങ്ങളിലുണ്ട് എന്ന് നാം തിരിച്ചറിയണം. എല്ലായിടത്തും മൗനം അവലംബിക്കാൻ പരിശീലിച്ച ഒരു ഭവനമാണ് നസ്രത്തിലെ തിരുക്കുടുംബം. അവകാശവാദങ്ങളും ഏറ്റുമുട്ടലുകളും തർക്കങ്ങളും കൊണ്ട് വിജയിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്ക് ഈ കുടുംബത്തിൻ്റെ മൗനവും നിശബ്ദതയും ഒരു വെല്ലുവിളിയാണ്.
അർഹിക്കുന്നതിലധികം കാരുണ്യം, അർഹിക്കുന്നതിലധികം ഔദാര്യം എല്ലാവരോടും പുലർത്തിയ തിരുക്കുടുംബം സമൃദ്ധിയിൽ പോലും പങ്കുവയ്ക്കാൻ മടി കാണിക്കുന്ന നമ്മെ വീണ്ടും വെല്ലുവിളിക്കുന്നുണ്ട്. കൂടുതൽ ഔദാര്യത്തോടെ, കൂടുതൽ കാരുണ്യത്തോടെ, കൂടുതൽ ആർദ്രതയോടെ ജീവിക്കാൻ ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.